ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്റ്റ് ഹോൾഡർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് മറ്റേ ഗജ രാജ് എന്ന തമിഴ് സിനിമയുടെയാണ്. പടം ഡയറക്റ്റ് ചെയ്യുന്നത് സന്ദർശികയാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിജയ് ആൻ്റണിയാണ്. 12 വർഷമായിട്ട് പെട്ടിയിൽ കിടന്ന സിനിമയാണ് ഈ വർഷം ഇറക്കിയിരിക്കുന്നത്. വേറെ കാര്യം. പിന്നെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജെമിനി ഫിലിം സർക്യൂട്ടാണ്. വേറെ പടങ്ങളുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് വിശാൽ, അഞ്ജലി, വരലക്ഷ്മി ശരത് കുമാർ, സന്തനം, പിന്നെ സോണു സൂദ്, മനോബാല, മണിവണ്ണൻ, പിന്നെ 2 ക്യാമിയോ ഉണ്ട്. അത് ഞാൻ അവസാനം പറയാം. ഇവരൊക്കെ പിന്നെ മൊട്ട രാജേന്ദ്രൻ എന്നിവരാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഫൺ മാത്സ് പടം. മീൻസ് കോമഡിയാണ്. ഇതൊരു ആക്ഷൻ കോമഡി ഫിലിമാണ്. പടത്തിലെ കോമഡി വൈസ് ആണെങ്കിലും ആക്ഷൻ സീക്വൻസസ് വൈസ് ആണെങ്കിലും ഈ പടം ആദ്യം തൊട്ട് അവസാനം വരെ ചിരിക്കാനുള്ളതുണ്ട്. പിന്നെ ഒരു ആക്ഷൻ പടം എന്ന് പറയുമ്പോഴുള്ള ഒരിതും ഉണ്ട്, ഒരു വിഷ്വൽ പടം എന്നുള്ള ഇതിൽ കാണാൻ. പിന്നെ ഇതേപോലത്തെ ഒരു പടം ഓൾറെഡി എൻ്റെ ഇതിലുണ്ട്. എൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ട്. അതിൽ ലാസ്റ്റ് പറഞ്ഞ സ്നേഹയാണ്. ഇതിൽ ലാസ്റ്റ് പറഞ്ഞത് മറ്റേവളാണ്. അത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ, അത് ആരെ പറഞ്ഞതെന്ന്. പടത്തെ പെർഫോമൻസ് സൂപ്പർബ്. പടം ബീജിയും മ്യൂസിക്കും കൊള്ളാം. വിജയ് ആൻ്റണി ഇങ്ങനത്തെ മ്യൂസിക് ചെയ്യാൻ ഇതിൽ അടിപൊളിയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സുന്ദർസിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ സ്ക്രിപ്റ്റുകളൊക്കെ തെറ്റ് കിട്ടിയാൽ എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാമെന്ന് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് വി വർത്ത് ദാറ്റ്. പിന്നെ പടത്തിലെ ക്യാമിയോസ്, ഇനി ക്യാമിയോസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ക്യാമിയോസ് വെച്ച് നോക്കുമ്പോൾ ആര്യയുണ്ട്, പിന്നെ സദയുണ്ട്, മീൻസ് നമ്മുടെ അന്യനടി. ഇവർ 2 പേരുടെ പെർഫോമൻസ് ആണെങ്കിലും നല്ലതായിട്ട് തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ ജോൺ കോക്കറുണ്ട് കേട്ടോ. ഞാൻ കാര്യം പറയാൻ മറന്നു, സോറി. അങ്ങേരുണ്ട് ഈ പടത്തിൽ. ഇതിൽ ഒരു ചെറിയ റോളിൽ പെട്ടെന്ന് പോകും. അങ്ങേർക്ക് പറ്റണ എന്താണ് അത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ പറയാനുള്ളത് ഒരു കോമഡിയൊക്കെ ചെയ്തു വരും. സന്തനം എന്നതിന് ശേഷം ഒരു കോമഡി ട്രാക്കിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ടെന്ന്. മീൻസ് കോമഡിയൻ റോളിലൊക്കെ നല്ലതായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും കോമഡിയൻ റോളെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ക്യാരക്ടറിലൂടെ മതി എന്തെങ്കിലോട് കമ്പാക്ക് എടുത്തതുകൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു പടം കണ്ടിട്ടില്ലാത്ത വേറെ കാര്യം. അതെന്തിലുണ്ട്. എന്തായാലും പിന്നെ ഒരു കാര്യം കൂടി, സോണു സൂദിൻ്റെ വില്ലത്തരം സൂപ്പർബായിട്ടുണ്ടായിരുന്നു. സൂദിനും ഒരു നല്ലൊരു കമ്പാക്ക് തന്നെയാണ്. ഒരുപാട് നാൾക്ക് ശേഷം ഒരു അടിപൊളി വില്ലത്തിനെ കാണിക്കുന്നത്. മീൻസ് ആചാര്യയ്ക്ക് ശേഷം അതിൽ സന്തോഷമുണ്ട്. പിന്നെ മനോബാല ഞാൻ പറഞ്ഞു, മനോബാലയും മരിച്ചുപോയി ചേരാണ്. എന്നാലും അവരുടെ അഭിനയം നല്ലതായിട്ടുണ്ട്. അവരുടെ അവസാനത്തെ പടമൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഷൂട്ടിങ് 2013 അവസാനിച്ചു. പിന്നെ എന്തോ പ്രൊഡ്യൂസർമാരി ചതിച്ചെന്ന് അങ്ങനെ എന്തോ പിന്നെ കടത്തിലായെന്ന് എന്തോ പ്രശ്നം പറ്റിയിട്ട് ഒരു പ്രൊഡ്യൂസർ ഇറങ്ങിയോടി. പിന്നെ ഈ വർഷമാണ് ഒരു പ്രൊഡ്യൂസറിനെ കിട്ടിയിട്ട് ഈ ജനുവരി 12 സിനിമ റിലീസ് ചെയ്തു. പക്ഷെ ഞാൻ ഇന്നലെ കണ്ടത് കവിത തിയേറ്ററിൽ കണ്ടത് 9:15. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ ബൈ. ഡെൽറ്റ വസ്കസ്.